ആദരണീയ അധ്യക്ഷൻ, പോപ്പുലർ ഫ്രണ്ടിന്റെയും വിവിധ ദലിത്, പിന്നോക്ക, മത, ന്യൂനപക്ഷ, മനുഷ്യാവകാശ സംഘടനകളുടെയും ആദരണീയരായ നേതാക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഊർജ്ജസ്വലരായ സംഘാടകരെ, പ്രവർത്തകരെ, നേതാക്കളെ, നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ സ്നേഹോഷ്മളമായ 1000 അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. ജയ് ഭീം ആൻഡ് അസ്സലാമു അലൈക്കും. ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ മഹത്തായ സമ്മേളനത്തിൽ ബഹുജൻ സമാജ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും തീവ്രവാദികൾ, ഭീകരവാദികൾ, ദേശവിരുദ്ധർ, രാജ്യദ്രോഹികൾ എന്നിങ്ങനെ വിവിധങ്ങളായ നെറ്റിപ്പട്ടങ്ങൾ കെട്ടിക്കൊടുക്കുവാൻ വിവിധ സംഘടനകളും മനുവാദികളും മാധ്യമങ്ങളുമെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ തീവ്രവാദ മുദ്ര ചാർത്തപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പരിപാടിയിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ പങ്കെടുക്കുവാൻ രണ്ടാമതൊന്നും ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്ത സാഹചര്യം ഈ തീവ്രവാദം, ഭീകരവാദം, ദേശവിരുദ്ധം, രാജ്യദ്രോഹം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ കഴിഞ്ഞ 6.5 പതിറ്റാണ്ടിലധികമായി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനുവാദികൾ എഴുന്നള്ളിക്കുന്ന ചില തീട്ടൂരങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മേളനം സമനീതി എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. നീതി എന്ന് പറയുമ്പോൾ തന്നെ അത് സമമാണ്, ഈക്വലാണ്. കഴിഞ്ഞ 6.5 പതിറ്റാണ്ടിലധികമായി എനിക്കും നിങ്ങൾക്കും വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നീതിയല്ലാത്തത് കൊണ്ടും അത് അനീതിയായതുകൊണ്ടുമാണ് നീതിക്കും അപ്പുറം സമനീതി എന്ന മുദ്രാവാക്യം ഒരുപക്ഷേ ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക്, വിശിഷ്യ പൊതുവെ ദലിതർക്കും ആദിവാസികൾക്കുമെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്നത്. സമനീതി എന്ന് പറയുന്നൊരു മുദ്രാവാക്യം ഉയർത്തപ്പെടുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് സമമല്ലാത്തൊരു നീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. 6.5 പതിറ്റാണ്ടിലധികമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനുവാദികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന നീതിയല്ല എന്നും അനീതിയാണ് എന്നും ഈ രാജ്യത്തെ മർജിത സമൂഹം ഒന്നടങ്കം കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നിങ്ങളറിയണം, തീവ്രവാദത്തിന്റെ വേര് എന്ന് പറയുന്നത് മനുവാദത്തിലാണ്, ബ്രാഹ്മണിസത്തിലാണ്. ബ്രാഹ്മണിസമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദം എന്ന് പറയുന്നത്. അത് ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക സമുദായങ്ങളുടെയും ആദിവാസി ദലിത് വിഭാഗങ്ങളുടെയും മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനമായി ഇന്ത്യ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ അറബിക്കടലും ഞങ്ങളുടേതാണ് എന്ന് പുതിയ തീട്ടൂരവും ഇറക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ വക്താക്കളാണ് ഈ തീവ്രവാദത്തിന്റെ വക്താക്കൾ എന്നുള്ളതാണ് വസ്തുത. ഈ തീവ്രവാദത്തിന്റെ അടിവേര് കിടക്കുന്നത് ബ്രാഹ്മണിസത്തിലും മനുവാദത്തിലുമാണെങ്കിൽ ഈ ബ്രാഹ്മണിസത്തിന്റെ അടിവേരറക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായങ്ങളും ഐക്യപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത്തരമൊരു പോരാട്ടത്തിൽ, നീതിക്ക് വേണ്ടിയുള്ള ഈ ഒരു പോരാട്ടത്തിൽ ഏറ്റവും അടുത്ത ശത്രുക്കളാകുവാൻ ഇന്ത്യയിലെ ദലിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും മുസ്ലിങ്ങൾക്കും കഴിയും.
ദലിത് പിന്നോക്ക വിഭാഗങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ഐക്യപ്പെടുവാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ 3. ഒന്നാമത്തെ സംഗതി, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ ദലിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സ്വന്തം സഹോദരന്മാരാണ് എന്നുള്ളതാണ്. 4000 വർഷങ്ങളായി ഇന്ത്യ രാജ്യത്ത് ഒരുപാട് കാടൻ നീതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾക്ക് വഴി നടക്കുവാൻ, വെള്ളം കുടിക്കുവാൻ, അക്ഷരം പഠിക്കുവാൻ, മാറുമറയ്ക്കുവാൻ, മുട്ടിന് താഴെ മുണ്ടെടുക്കുവാൻ, ചെരുപ്പിട്ട് നടക്കുവാൻ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകളാണ് വിമോചനത്തിന് വേണ്ടി ഇന്ത്യയിലെ ഇസ്ലാം മതം സ്വീകരിച്ചത്, വിമോചനത്തിന് വേണ്ടി ഇന്ത്യയിലെ വിവിധ മതങ്ങളിലേക്ക് പോയത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പുലയന്റെ, പറയന്റെ, കുറവന്റെ, ആദിവാസികളുടെ, ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങളുടെ സ്വന്തം ശരീരമാണ് എന്ന്, സ്വന്തം രക്തമാണ് എന്ന്, സ്വന്തം മജ്ജയാണ് എന്ന്, സ്വന്തം മാംസമാണ് എന്ന്, അവന്റെ ചരിത്രവും പാരമ്പര്യവും ഒന്നാണ് എന്ന് പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, ചില മുസ്ലിം സഹോദരന്മാർ തന്നെയും പറയും, ഞങ്ങൾ അറേബ്യയിൽ നിന്ന് വന്നവരാണ് എന്ന്. ആ മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, എനിക്ക് ഉണർത്തുവാനുള്ളത് ഇതേ സംഗതി തന്നെയാണ് സംഘപരിവാർ ശക്തികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആവർത്തിച്ച് പറയണം, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മക്കളാണ്, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ ഭൂമിപുത്രന്മാരാണ് എന്ന് നിങ്ങൾ പറയണം. നിങ്ങളോടൊപ്പം ഐക്യപ്പെടുവാൻ ഈ രാജ്യത്തെ ദലിത് പിന്നോക്ക സമുദായങ്ങൾ ഉണർന്നു വരുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയണം, ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, ഇന്ത്യയിലെ ദലിത് പിന്നോക്ക വിഭാഗങ്ങളും ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഒരേപോലെ തന്നെ ഈ സാമൂഹിക വ്യവസ്ഥിതിയുടെ, ഈ മനവാദത്തിന്റെ, ബ്രാഹ്മണിസത്തിന്റെ ഇരകളും ബലിയാടുകളുമാക്കപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡിതരാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മർദ്ദിതരാണ്, ഇന്ത്യയിലെ ദലിത് പിന്നോക്ക ജനവിഭാഗങ്ങളും മർദ്ദിതരാണ്. ആരാണ് മർദ്ദകൻ? ഏത് വ്യവസ്ഥിതിയും കീഴിലാണ് അവർ മർദ്ദിക്കപ്പെടുന്നത്? ബ്രാഹ്മണിസത്തിന് കീഴിലാണ്, മനവാദത്തിന് കീഴിലാണ് അവർ അടിച്ചമർത്തപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഈ രണ്ട് സമുദായങ്ങൾക്കും, ഈ രണ്ട് ജനവിഭാഗങ്ങൾക്കും ഇടയിലുള്ള സാമ്യം എന്ന് പറയുന്നത്, ഈ രണ്ടു കൂട്ടരും ഒരുപോലെ ഈ സാമൂഹിക വ്യവസ്ഥിതിയുടെ ഇരകളും ബലിയാടുകളുമാക്കപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രണ്ടു കൂട്ടരും ഒരേ വ്യവസ്ഥിതിയും കീഴിൽ ഇരകളും ബലിയാടുകളുമാക്കപ്പെട്ട ആളുകളാണെങ്കിൽ ഈ രണ്ടു കൂട്ടുകാരുടെയും മർദ്ദകൻ ഒരേ ആളുകളാണ്. അത് ഈ രാജ്യത്തെ ബ്രാഹ്മണിസമാണ്, അത് ഈ രാജ്യത്തെ മനവാദമാണ്. ഈ രണ്ട് സമുദായങ്ങളെയും, ഈ രണ്ട് ജനതതികളെയും ഒരുമിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങളറിയണം, ഇന്ത്യയിലെ മനവാദികൾ ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന പിന്നോക്ക ന്യൂനപക്ഷ മർദ്ദിത വിഭാഗങ്ങളിൽപ്പെടുന്ന, അവർണപക്ഷത്തിൽപ്പെടുന്ന, ബഹുജൻ പക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന പ്രസ്ഥാനങ്ങൾ മുഴുവനും ഈ നിലയിൽ ചാപ്പ കുത്തിക്കൊണ്ട് മുദ്രയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനെതിരെയും ഇന്ത്യയിലെ വിവിധ മുസ്ലിം സമുദായങ്ങൾക്കെതിരെയും മുസ്ലിം സംഘടനകൾക്കെതിരെയും ഉപയോഗിക്കുന്നത് ഭീകരവാദികൾ, തീവ്രവാദികൾ എന്ന് പറയുന്ന ചാപ്പയാണ് എങ്കിൽ നിങ്ങളറിയണം, ഇന്ത്യയിൽ വളരെ ശക്തമായി ഉയർന്നു വരുന്ന, ഇന്ത്യയിലെ അടിത്തട്ടുകാരന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികളെന്നല്ല. പോപ്പുലർ ഫ്രണ്ടിനെതിരെ തീവ്രവാദം പറഞ്ഞാൽ, മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിം സംഘടനകൾക്കെതിരെ തീവ്രവാദം പറഞ്ഞാൽ ഈ രാജ്യത്തത് വ്യാപകമായി ചെലവഴിക്കപ്പെടും, വ്യാപകമായി മാർക്കറ്റ് കിട്ടപ്പെടും. പക്ഷേ മായാവതിക്കെതിരെ തീവ്രവാദം പറഞ്ഞാൽ അതിന് ഈ രാജ്യത്ത് ചെലവാവുകയില്ല. മായാവതിക്കെതിരെ തീവ്രവാദം പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് ആരും വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് മായാവതിക്കും ബഹുജൻ സമാജ് പാർട്ടിക്കുമെതിരെ പറയുന്നത് അഴിമതിക്കാരി എന്നും ജാതി രാഷ്ട്രീയക്കാരി എന്നുമാണ്. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, അഴിമതിക്കാരി എന്ന മായാവതിയെയും അഴിമതിക്കാരി എന്ന ബഹുജൻ സമാജ് പാർട്ടിയെയും വിളിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെയും ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളെയും ഭീകരവാദികൾ, തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ അറിയേണ്ടത്, ഞാനും നിങ്ങളും പരസ്പരം മനുവാദികൾ എറിഞ്ഞു വരുന്ന ഈ കോടാലി ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകൂടുവാൻ, ഈ കോടാലി പരസ്പരം ഉപയോഗിക്കപ്പെടുവാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വസ്തുത. ആ വസ്തുത ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ടിനെതിരെ മാത്രമല്ല, മദനിക്കെതിരെ, സേട്ടുവിനെതിരെ, മുസ്ലിം സംഘടനകൾക്കെതിരെ തീവ്രവാദം പറയാം. മായാവതിക്കും ദലിതർക്കുമെതിരെ അഴിമതി തന്നെ പറയണം, ജാതീയത തന്നെ പറയണം. അത് ഈ രാജ്യത്തെ മനവാദികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം മനവാദികൾ എറിഞ്ഞു തരുന്ന ഈ ആരോപണങ്ങൾ, ഈ ആയുധങ്ങൾ ഞാനും നിങ്ങളും പരസ്പരം വെട്ടിമരിക്കുവാൻ ഉപയോഗിക്കരുത് എന്ന സന്ദേശമാണ് ഈ മഹത്തായ സമ്മേളനത്തിൽ എനിക്ക് മുന്നോട്ട് വെക്കുവാനുള്ളത്. നിങ്ങളറിയണം, ഇന്ത്യയിലെ ദലിതരെയും ആദിവാസികളെയും ഇന്ത്യയിലെ മനവാദികൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ
അവരുടെ ജീവിത സാഹചര്യം കൊണ്ട്, അടിച്ചമർത്തലിനെ അവർക്ക് എതിരിടേണ്ടി വന്നതുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ അവർ മാർക്സിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും മാവോയിസത്തിലേക്കും തിരിഞ്ഞിരിക്കാം. അത്തരം ആളുകളെ മാവോവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് കൊന്നൊടുക്കപ്പെടുന്നത് ആദിവാസികളും ദലിതരുമാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ആദിവാസികളെയും ദലിതരെയും മാവോവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രയടിച്ചുകൊണ്ട് അവരെ കൊന്നൊടുക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തെ വ്യാജ ഏറ്റുമുട്ടലുകൾ സൃഷ്ടിച്ചുകൊണ്ടും ജയിലിലടച്ചുകൊണ്ടും കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുമാണ് ജനോസൈഡ് എന്ന് പറയുന്ന വംശവിച്ഛേദനം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പരസ്പരം പീഡിതരാക്കപ്പെട്ട, പരസ്പരം അടിച്ചു തകർക്കപ്പെടുന്ന, പരസ്പരം മർദ്ദിക്കപ്പെടുന്ന ഈ രാജ്യത്ത് വ്യാപകമായി അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും അന്യായങ്ങൾക്കും അനീതികൾക്കും ഇരയാക്കപ്പെടുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ദലിത് പിന്നോക്ക സമുദായങ്ങളും ഐക്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന വസ്തുതയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, ബഹുജൻ സമാജ് പാർട്ടി മുസ്ലിം പ്രശ്നം എന്തുകൊണ്ട് മുന്നോട്ട് വെക്കുന്നില്ല എന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരാറുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നം അത് ഇന്ത്യയിലെ മനുവാദത്തിന്റെ പ്രശ്നമാണ്. ആ മനുവാദത്തെ 6 അടി മണ്ണിൽ 6000 അടി മണ്ണിൽ ഇന്ത്യയിൽ കുഴിച്ചു മൂടാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ ബഹുജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുകയില്ല എന്ന അടിസ്ഥാനപരമായ നിലപാട് ഞങ്ങൾ ഉയർത്തുന്നു. ഇവിടെ നിങ്ങൾക്കറിയാം, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ, മുസ്ലിം പ്രശ്നങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഒന്ന് സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുസ്ലിം പ്രശ്നങ്ങളിൽ നിങ്ങൾക്കെന്ത് നിലപാട് എന്ന് ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇന്ത്യയിലെ മനുവാദികൾ മുസ്ലിങ്ങൾക്കെതിരെ വാളോങ്ങിക്കൊണ്ടിരിക്കുന്ന, മുസ്ലിങ്ങൾക്കെതിരെ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ, ആ ആയുധം വാങ്ങിയിട്ട് മുസ്ലിം സംഘടനകൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ ഉപയോഗിക്കുവാൻ ഈ ബഹുജൻ സമാജ് പാർട്ടിയുടെ ആരംഭകാലം മുതൽ ഇന്നോളം അതിന്റെ വക്താക്കൾ തയ്യാറായിട്ടില്ല എന്ന വസ്തുത മുന്നിൽ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കേരളം സാമുദായിക സന്തുലനത്തിന്റെ കാലഘട്ടമാണ്. സാമുദായിക സന്തുലനത്തെ സംബന്ധിച്ച മാധ്യമ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നു. ചാനലുകളിൽ, വാർത്താ മാധ്യമങ്ങളിലെല്ലാം അത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നു. പക്ഷേ അത്തരം ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ എങ്ങനെയാണ് ആ ചർച്ചയെ നയിക്കുന്ന ആളുകൾ, ആ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എങ്ങനെയാണ് ഈ സാമുദായിക സന്തുലനത്തെ വ്യാഖ്യാനിക്കുന്നത്, വ്യവഹരിക്കുന്നത്? അത് വ്യവഹരിക്കപ്പെടുന്നത് ഇന്ത്യയിലെ മുസ്ലിമിനും ഇന്ത്യയിലെ നായർക്കും ഇന്ത്യയിലെ ക്രൈസ്തവനും ഇന്ത്യയിലെ മറ്റ് ഈ സമുദായങ്ങൾക്കുമെല്ലാം കൂടുതൽ മുസ്ലിമിന് കിട്ടി, കൂടുതൽ മറ്റവന് കിട്ടി, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറഞ്ഞു പോയത്, അതുകൊണ്ട് അവന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾക്ക് കുറഞ്ഞു പോകാൻ കാരണം അവന് കൂടുതൽ കിട്ടിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഈഴവനും അതുപോലുള്ളവനും മുസ്ലിമിന്റെ നേർക്ക് വരുന്നു, മുസ്ലിം വേറൊരു കൂട്ടരുടെ നേർക്ക് പോകുന്നു. ഈ സമുദായങ്ങൾ തമ്മിൽ എനിക്ക് കുറഞ്ഞു പോയത് അവന് കൂടുതൽ കിട്ടിയത് കൊണ്ടാണ് എന്ന് പറയുവാനുള്ള ത്വരയാണ് ഇത്തരം സാമുദായിക സന്തുലനത്തിന്റെ ചർച്ചകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ എല്ലാ സമുദായങ്ങൾക്കും, അത് മുസ്ലിങ്ങളാകട്ടെ, ഈഴവരാകട്ടെ, നായരാകട്ടെ, ക്രൈസ്തവരാകട്ടെ, ഈ എല്ലാ വിഭാഗങ്ങൾക്കും ലഭിക്കേണ്ടതാണ് സമുദായ സന്തുലനം. ഈ വിഭാഗങ്ങൾക്കെല്ലാം കിട്ടിയാൽ സാമുദായികമായ സന്തുലനം കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുന്നവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് പുലയനും പറയനും കുറവനും പണിയനും കുറുമനും കുരിശ്യനും ചോലനായ്ക്കനും കാട്ടുനായ്ക്കനും ഈ രാജ്യത്ത് ആദിവാസികളും ദലിതരും എന്ന് പറയുന്ന ഒരു സമൂഹം ഈ കേരളത്തിൽ ജീവിക്കുന്നുവെന്ന വസ്തുതയാണ് അവർ വിസ്മരിക്കുന്നത്. അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിലും ബാക്കി എല്ലാവർക്കും കിട്ടിയാൽ സന്തുലനമായി എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ എല്ലാ വിഭാഗങ്ങൾക്കും ലഭിക്കണം. സാമുദായിക സന്തുലനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, സാമുദായിക സന്തുലനത്തിന്റെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഈ സാമുദായിക സന്തുലനം ഉണ്ടാകുവാൻ അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. ആ കാരണം BP മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ കണക്കുകൾ ഉദ്ധരിച്ച് മുന്നോട്ട് വെക്കുന്നു. ഇന്ത്യയിലെ ഭൂമി, ഇന്ത്യയിലെ വിഭവങ്ങൾ, ഇന്ത്യയിലെ മറ്റ് ഈ സംവിധാനങ്ങളെല്ലാം 90% ആരുടെ കയ്യിലാ? 10% താഴെ വരുന്ന മനുവാദികളുടെ കയ്യിൽ. ബാക്കി വരുന്ന 10% 90% വരുന്ന ഞാനും നിങ്ങളും പങ്കിട്ടെടുക്കുന്നത്. അതിൽ സന്തുലനമുണ്ടോ എന്നാണ് ഞാനും നിങ്ങളും ചർച്ച ചെയ്യുന്നത്. മറിച്ച് അടിസ്ഥാനപരമായി ഇന്ത്യയിലെ വിഭവങ്ങൾ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളിലേക്കും എത്തത്തക്ക രീതിയിലുള്ള, പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഉയർത്തുന്ന രീതിയിലുള്ള സമനീതി ഈ രാജ്യത്ത് വരണം. ഈ സമനീതിക്ക് വേണ്ടി പോരടിക്കുവാൻ കാലാകാലങ്ങളായി ഈ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമുക്ക് ഐക്യപ്പെടാം, നമുക്ക് കൈകോർക്കാം. തീർച്ചയായും ന്യായം നമ്മുടെ പക്ഷത്താണ്, വിജയം നമ്മുടെ പക്ഷത്താണ്. ആ അർത്ഥത്തിൽ ഈ സമ്മേളനം മഹത്തരമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകരോട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്കുള്ള അഭിവാദനങ്ങൾ, നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭീം, ജയ് ഭാരത്.
പണ്ഡിത ലോകത്തെ മൂത്ത കാരണവരും മുസ്ലിം ഐക്യത്തിന്റെ സന്ദേശവാഹകനും ഓൾ ഇന്ത്യ ഇമാംസ്